മിസ്റ്റർ മാധവൻ, യു ആർ അണ്ടർ അറസ്റ്റ്. വയലാർ മാധവനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക. ഞങ്ങളുടെ സഖാവിനെ അറസ്റ്റ് ചെയ്ത് ഒരടി മുമ്പോട്ട് പഠിക്കണേ. ജീപ്പ് ഈ നെഞ്ചത്ത് കൂടി കയറ്റി ഇറക്കണം. അരുത് പള്ളിപ്പാട. വാണിയംകുളം വിശ്വൻ ഇയാൾ കൊടുത്ത വാക്ക് പാലിക്കട്ടെ. DYSP കരിപ്പായി ആന്റണി യജമാന സ്നേഹമുള്ള നായ. വണ്ടിയിലോട്ട് കയറ്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. അവർ വയലന്റ് ആകുന്നതിന് മുമ്പ് സഖാവ് മാധവനെ കോടതിയിൽ ഹാജരാക്കുന്നതല്ലേ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ബുദ്ധി? ഉപദേശം വേണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. സർ, ദയവായി സംയമനപരമായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. തോക്കിനും ലാത്തിക്കും പണിയുണ്ടാക്കും സഖാക്കള്. സർ പ്ലീസ്, സഖാവ് മാധവനെ കോടതിയിൽ ഹാജരാക്കണം. നോ സർ, ഞാൻ പറയുന്നു നല്ല മനസ്സോടെ കേൾക്കണം. സഖാവ് മാധവനെ കാണണമെന്ന് ഈ നിൽക്കുന്ന ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ കാണിക്കടോ. മാധവനല്ല, മാധവന്റെ. താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ ഇത്ര സമയത്തിനുള്ളിൽ മാധവനെ കോടതിയിൽ ഹാജരാക്കാവുന്നു? ഹാജരാക്കില്ലെന്ന് സാർ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇവരോട് സംയമനം പാലിക്കാൻ പറയണം. എനിക്ക് സഖാവ് മാധവനെ കാണണം. സഖാവ് മാധവൻ ഇവിടെ ഇല്ല. പിന്നെ എവിടെ? എന്ത് സംഭവിച്ചു? എവിടെ ഒളിപ്പിച്ചു? എനിക്കറിയില്ല. എനിക്ക് DYSP കാണണം. സഖാവ് മാധവനെ അറസ്റ്റ് ചെയ്തിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ കോടതി ഹാജരാക്കിയിട്ടില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയണം. സഖാവിനെ എനിക്കൊന്ന് കാണണം. ചത്താൽ 24 മണിക്കൂറിനുള്ളിൽ ശവം കാണും. ജീവിച്ചിരിപ്പുണ്ടാൽ 24 മണിക്കൂർ കഴിഞ്ഞ് ആളെ കാണാം. ഇറങ്ങി പോകും. ഞാൻ വന്നത് സഖാവിനെ കാണാനാണ്. കണ്ടിട്ടേ പോവും. അത്ര നിർബന്ധമാണെങ്കിൽ നീ കണ്ടിട്ട് പോയാ മതി. കളിച്ചോ നീ? എന്നോടുള്ള നിന്റെ കളി ലോൺ എടുത്ത കളിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? 12 മണിക്കൂറിനകം മാധവട്ടം പുറലോകം കാണും. നീ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും വാക്ക് എന്റെയാ, ഭരതന്റെ. ഒരു രാവും പകലും ആ മാധവനെ കസ്റ്റഡി വയ്ക്കണം. അതെന്റെ ഒരു വാശിയാ. മുലക്കൊടിയും പിടിച്ചോണ്ട് ഇംഗ്ലാബ് ജാതികള് ശേഷം പഠിക്കല്. ഓ, ഈ സഖാക്കളുടെ ഒരു വർഗസ്നേഹേ അത് വല്ലാത്ത സൂത്രപ്പണി തന്നെയാ. കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ് എങ്ങനെ ഇരിക്കും അതുപോലെയാ. ഇയാളുടെ പാർട്ടിക്കാരുടെ ഇതൊക്കെ കണ്ടുപഠിക്കാൻ പറയടൂ. അല്ലാതെ പട്ടികൾ കടിപിടി കൂടും പോലെ. ആ മതി മതി. നമുക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ കണ്ടകശനിയാ. മുഖ്യമന്ത്രിക്ക് പറയാം പെണ്ണുടെ അടുത്തെല്ലാം പെൺവാണിഭം ഉണ്ടെന്ന്. പക്ഷെ ഇപ്പൊ എന്റെ ഗതി ഇങ്ങനെയാ. ആ DYSP ഉണ്ടല്ലോ, ഹറാം പറഞ്ഞ പന്നി. 4 കാശ് കണ്ട അവൻ അപ്പം 4 കാലും പറിച്ച് അവിടെ വീഴും. സഖാക്കൾ കയറി ഒന്ന് വിരട്ടിയാ മതി. മാധവൻ എവിടെ ഉണ്ടെന്ന് അയാൾ മണി പോലെ പറയും.
അവിടെ. ഹലോ, കൃഷ്ണ ഗുരുവായൂരപ്പ. കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും പോയിട്ട് എന്തായി മോളെ? പറ്റില്ല അച്ഛാ. ഇതിലെങ്ങനെയാ അച്ഛാ ഈ മണികളിട്ട് കെട്ടുക? ഡ്രസ്സാണെങ്കിൽ പിഞ്ചി കീറി. എല്ലാം കൂടി 5000 റുപ്യ വരുമെന്നാ മാഷ് പറയണേ. 5000 റുപ്യോ? ശിവ ശിവ, നൃത്തോത്സവത്തിനാണേൽ ഇനി അധികം ദിവസവും ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? പണവുമില്ല, ആരോടും കടം ചോദിച്ചിട്ട് ശീലവുമില്ല. വേണ്ടച്ചാ, അച്ഛന്റെ മോൾക്ക് ഭാഗ്യമില്ലെന്ന് ആശ്വസിച്ചോളാം. ഈ കൊല്ലം മാത്രമല്ലല്ലോ, അടുത്ത കൊല്ലവും വരില്ലേ നൃത്തോത്സവം? കുത്തില്ല. എങ്ങനെ കുത്തുണ്ടാകും? നേരിൽ പൊന്നുരുത്തിയല്ലേ. തിരുവേനിയോ? കുറച്ച് ആസ്വാദനമാവാം. എന്താ? അയ്യോ വേണ്ട, ഒരു സഹായം ചോദിക്കാൻ വന്നതാ. ചുമ്മാ ചോദിക്ക് തിരുമേനി. കുറച്ച് ഉറുപ്പ്യ കടന്നാല് വൈകാണ്ടം കണ്ട് മടക്കി തരാം. അത്രേ ഉള്ളോ? പോയാ നെട്ടൂർ പെട്ടി എടുത്തോണ്ട് വാ. നെട്ടൂർ പെട്ടി പോ. തിരുമേനി ഒന്ന് വീശുന്നോ? നല്ല സാധനമാ. പിടി. അയ്യോ വേണ്ട. വേണ്ടേ? ശീലില്ല. വേണ്ടെങ്കി വേണ്ട. അനാവശ്യക്കാരനോട് ഇവന്റെ കാര്യത്തിൽ നിർബന്ധം പാടില്ലെന്നാണ് മദ്യപന്മാരുടെ ശാസ്ത്രം. മനസ്സിലായോ? നെട്ടൂർ പെട്ടി റെഡി. തുറക്കടാ. അയ്യോ ഇത് അധിക. ഒരു 5000 റുപ്യ മതിയായിരുന്നു. എനിക്ക് എണ്ണി കൊടുത്തൊന്നും ശീലമില്ല. വാരി കൊടുത്തിട്ടേ ഉള്ളൂ.
അമ്മ തമ്പുരാട്ടിക്ക് ഭാഗം കിട്ടിയ വകയിലേ ഒരുപാടുണ്ടേ. ഭരതനെ ഇട്ടു മൂടി കുഴിച്ചിട്ടാലും പിന്നെയും ബാക്കി. ആർക്ക് വേണ്ടി കരുതി വെക്കാനാ? തീരട്ടെ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ കുട്ടിക്ക് നൃത്തോത്സവത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടാക്കി തന്നതിന്. തിരുമേനി പറഞ്ഞത് അങ്ങോട്ട് വ്യക്തമായില്ല. നാളെ കലാമണ്ഡലത്തിൽ നൃത്തോത്സവമാണ്. ഗോപിക പങ്കെടുക്കുന്നുണ്ട്. ഇയാളുടെ മകള് കാമകല ആടിയില്ല എന്ന് വെച്ച് ഭൂമി തലകീഴ് പറയില്ല. അഹങ്കാരി. അവൾ ആരാന്ന വിചാരം? പത്മ സുബ്രഹ്മണ്യം അതോ ചിത്ര വിശ്വേശ്വരനോ? പോടാ. തിരുമേനി ഒന്ന് നിന്നേ. ഇയാളുടെ മകൾക്കൊരു ഭാവമുണ്ട്. അവളൊരു വെണ്ണ ചരക്കാണെന്ന്. അതിലെനിക്ക് രണ്ടു പക്ഷമില്ല. സ്ത്രീയുടെ ശരീര സൗന്ദര്യത്തിന്റെ അളവറിയോ തിരുമേനിക്ക്? 36, 24, 36. ആ അളവ് മകൾക്കുണ്ട്. സമ്മതിച്ചിരിക്കും. അല്ലാതെ ലാസ്യകലയില് വട്ടപൂജ്യം. തന്നോട് പണം ചോദിച്ചു പോയി എന്ന അപരാധം മാത്രമേ ഈ പാവം ബ്രാഹ്മണൻ ചെയ്തിട്ടുള്ളൂ. ഗതികേടുകൊണ്ടാ. ആക്ഷേപിക്കരുത്. ഒരച്ഛനോട് പറയാവുന്നതിലും കേൾക്കാവുന്നതിലും പരിമിതികളുണ്ട്. അത് ഇയാള് മനസ്സിലാക്കണം. ഒഴിക്കടാ ഒന്നൂടെ. ഹൈദരാലി പറഞ്ഞൊക്കെ നീ കേട്ടില്ലേ? ഇവനിത് എന്ത് ഭാവിച്ചോണ്ടാ? എന്തിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരുത്തിയുണ്ട്? ഇനിയിപ്പോ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലോ എത്തി വരുന്ന കാമശാസ്ത്രം എഴുതിയവൻ. ഞാനായിട്ടെല്ലാം പറഞ്ഞെന്നറിഞ്ഞാല് എന്റെ കാര്യം പോക്കാം. അതുകൊണ്ട് സഖാവ് എന്നെ ഒഴിവാക്കിയേക്കണം. ഓക്കെ. ആഹാ, വരുന്നവരിയാ. എന്താണ് രാവിലെ ആരെ ചെണ്ടോട്ടാൻ ഇറങ്ങി? ഏയ് ഒന്നുമില്ല. മാധവേട്ടന്റെ ലക്ഷ്മിയത്തിന്റെ വിശേഷങ്ങളൊന്നറിയാൻ. പോ. ഞാനാ അവിടെ നിന്നാ മതി. ഈ പെണ്ണിന്റെ ശരീരത്തിന്റെ അളവ് പഠിപ്പിക്കാൻ നീ ആരാടാ? വാത്സ്യായനോ? അയ്യേ, ഇന്നലെ നടത്തിയ കൂത്തുവരങ്ങൊക്കെ ഞാൻ അറിഞ്ഞു. അവിവേകം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ആ തിരുമേനിയെ കണ്ട് മാപ്പ് പറയണം. സാധിക്കില്ലെന്നുണ്ടോ? തുറന്നു പറ. ഇല്ല ഞാൻ പറയാം. മാധവേട്ടൻ പറഞ്ഞത് അനുസരിക്ക് ഭരത. ബ്രാഹ്മണ ശാപം നിഷ്ഫലമാവില്ല. മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, പ്രതിവിധിയും ചെയ്യണം. അതിങ്ങനെ തന്നെ. ഇടോ, അവളൊരു നല്ല കലാകാരിയാ. ഗതികേടിന്റെ പേരിൽ അർഹിക്കുന്ന അംഗീകാരം അവൾക്ക് കിട്ടാതെ പോകരുത്. ഇതൊരു ജോഡി ചെലങ്കയാ. ഇയാളുടേതാ. പണ്ട് നടനത്തിലൊക്കെ ലേശം കമ്പം ഉണ്ടായിരുന്നു. ഇനി ഇയാൾക്ക് എന്തിനാ ഇത്? ഇത് തന്നെ ആ കുട്ടിക്ക് കൊടുക്കും. പിന്നെ തിരുമേനിയോട് മാപ്പ് പറയണം. മാധവേട്ടൻ വഴക്ക് പറഞ്ഞത് കുറച്ച് കടുത്തു പോയോ? താനൊരു കാര്യം ചെയ്യും. കൊണ്ട കേസ് കൊടുക്കും.